ഒടുവിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച അമേരിക്ക 2 ആഴ്ചത്തേക്ക് യുദ്ധമില്ല. ഹോർമുസ് തുറക്കണമെന്ന ആവശ്യം അംഗീകരിച്ച് ഇറാൻ. ഹോർമുസിൽ പക്ഷേ ഇറാന്റെ നിയന്ത്രണം തുടരും. മധ്യസ്ഥത വഹിച്ചത് പാകിസ്ഥാൻ. വെടിനിർത്തൽ 2 ആഴ്ചത്തേക്ക് നീട്ടണമെന്ന് ട്രംപിനോട് അഭ്യർത്ഥിച്ചത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഹോർമുസ് കടലിടുക്ക് 2 ആഴ്ചത്തേക്ക് തുറന്നു കൊടുക്കണമെന്ന് ഇറാനോടും അഭ്യർത്ഥിച്ചു. പാകിസ്ഥാൻ നന്ദി പറഞ്ഞ് അമേരിക്കയും ഇറാനും. യുദ്ധം നിർത്തിയിട്ടില്ലെന്ന് മുജ്തബ ഖമനേയി. കൈവിരൽ ഇപ്പോഴും കാഞ്ചിയിൽ തന്നെയെന്ന് പ്രഖ്യാപനം. ശത്രു ഏതെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ തിരിച്ചടി നൽകും. ചരിത്ര വിജയമെന്ന് ഇറാൻ നിർദ്ദേശങ്ങൾ US അംഗീകരിച്ചെന്നും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ. തോറ്റോടി അമേരിക്ക. തിരിച്ചടിയായത് ഹോർമുസ് അടച്ചതും ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണവും. അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളി ഇറാൻ. ആണവ പദ്ധതികൾ നിർത്തിയിട്ടില്ല. ഹോർമുസിൽ നിയന്ത്രണം തുടരും. അമേരിക്ക യുദ്ധം നിർത്തിയത് ഏകപക്ഷീയമായോ? സഖ്യരാജ്യമായ ഇസ്രായേലിനോട് ആലോചിച്ചില്ലെന്ന് സൂചന. ലെബനോടുള്ള യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ. ഇറാൻ മുന്നോട്ട് വെച്ചത് 10 നിർദ്ദേശങ്ങൾ. ഹോർമുസിൽ നിയന്ത്രണം ഇറാന്. ആണവ സമ്പുഷ്ടീകരണം തുടരും. ഇറാന്റെ ആണവ അവകാശങ്ങൾ അംഗീകരിക്കണം. നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണം. വെള്ളിയാഴ്ച മുതൽ പാകിസ്ഥാനിൽ ചർച്ച. ഞെട്ടിക്കാൻ ബേസിൽ ജോസഫ്. അല്ലു അർജുനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ബജറ്റ് 300 കോടി. അല്ലു അർജുന്റെ അപ്കമിംഗ് പ്രോജക്റ്റുകളിൽ ഈ ചിത്രവും. ഒരുങ്ങുന്നത് അല്ലുവിന്റെ കരിയറിലെ 25ാമത്തെ സിനിമ. കേരളം നാളെ പോളിംഗ് ബൂത്തിൽ വിധി നിർണ്ണയിക്കുക. 2,72,00,000 വോട്ടർമാരിൽ 5 ലക്ഷത്തോളം കന്നിക്കാർ. 883 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. 2040 പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷ. കണ്ണൂരിൽ നിരോധനാജ്ഞ. ഇന്ന് നിശബ്ദ പ്രചാരണം. അവസാനവട്ട വോട്ടുറപ്പിക്കലിൽ മുന്നണികൾ. വികസന പ്രവർത്തനങ്ങളിൽ പ്രതീക്ഷ വെച്ച LDF. ഭരണവിരുദ്ധ വികാരം പ്രതീക്ഷിച്ച UDF. നില മെച്ചപ്പെടുത്താൻ NDA. പ്രളയം മനുഷ്യനിർമ്മിതമെന്ന ആരോപണം ശക്തം. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ വ്യാജമെങ്കിൽ രാഷ്ട്രീയം വിടുമെന്ന് മാത്യു കുഴൽനാടൻ. കൂടുതൽ രേഖകൾ പുറത്തുവിടാൻ നീക്കം. രമേശ് ചെന്നിത്തലയെ അധിക്ഷേപിച്ച് AI വീഡിയോ പുറത്തിറക്കിയ സംഭവത്തിൽ കേസ്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. 2 ദിവസത്തേക്ക് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം. രഞ്ജിത്തിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും.